എല്ലാവരും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധീകരിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും റംസാനായിട്ടല്ലേ. എന്നാൽ റംസാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂടാണ്, പുറത്ത് ഭയങ്കര ഹീറ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ നോമ്പ് തുറ കഴിയുമ്പോൾ നമുക്ക് തണുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. അതേപോലെ ഈ ഒരു ചൂട് കാലത്ത് ഡീഹൈഡ്രേറ്റഡ് ആവുന്നതും പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ABC ജ്യൂസ് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. നോമ്പ് തുറയുടെ ഡിഷിൽ നമ്മൾ ഉൾപ്പെടുത്താം. അതെന്താണെന്ന് വെച്ചാൽ ആപ്പിൾ, അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഇത് മൂന്നും കൂടി ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അയൺ കണ്ടൻറ്റും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി എനർജറ്റിക് ആയിട്ട് നമ്മൾ ഇരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തന്നെ തയ്യാറാവുക. ദയവ് ചെയ്ത് ഈ പൊരിച്ചത് കരിച്ചത് പോലെയുള്ള ബേക്കറി പലഹാരങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ബോഡീനെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നോമ്പ് തുറ കഴിഞ്ഞാലും സാധാരണ നമ്മൾ തണ്ണിമത്തൻ, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് കുക്കുംബർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക. മാക്സിമം നോമ്പ് തുറയുടെ സമയത്ത് ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഒഴിവാക്കുക. പിന്നെ അതുപോലെ പഞ്ചസാര കാര്യങ്ങൾ, നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഞ്ചസാര ഇല്ലാണ്ട് ജ്യൂസ് അടിക്കുക. നമ്മൾ ഉറങ്ങുന്നത് വരെ കുറേശ്ശെ വെള്ളവും അതുപോലെ ജ്യൂസൊക്കെ ആയിട്ട് നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക.